Welcome to RK's Stories. കഥ കേൾക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് ചെയ്തേക്കണേ. താളം ഭാഗം 64. കരിമ്പനക്കാട്ടെ ഗേറ്റിനൽപ്പം അകലെയായി സേതു ബൈക്ക് നിർത്തിയതും പ്രദീപും രമേശനും അവന് പിന്നിലായി അവരുടെ ബൈക്കുകൾ ഒതുക്കി. എടാ, ശരിക്കും എന്താ പ്രശ്നം? ബൈക്കിൽ നിന്നും ഇറങ്ങി സേതുവിന്റെ അടുത്തേക്ക് എത്തിയ പ്രദീപ് ചോദിക്കുമ്പോഴേക്കും രമേശനും അവർക്ക് അരികിലേക്ക് എത്തി. അത് ശരി, കാര്യം അറിയാതെയാണോ നീ തല്ലാൻ കൂടെ പോന്നത്? സേതുവിന്റെ ബൈക്കിന്റെ പിന്നിലിരുന്നു കൊണ്ട് കാശിയപ്പൻ അവനെ കളിയാക്കി. അങ്ങേരെ നോക്കി ഇളിച്ചും കൊണ്ട് അവൻ മറുപടിയും പറഞ്ഞു. ഓ, നമ്മുടെ സേവിച്ചന്റെ കാര്യം ഇതുകൊണ്ട് എന്തേലും കുരുത്തക്കേടാൻ ഒപ്പിച്ചാണോന്ന് അറിയാലോ, അതുകൊണ്ട് തല്ലിക്കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാര്യം അറിഞ്ഞാൽ മതി. രമേശനും കാര്യമറിയാനുള്ള ആകാംക്ഷയോടെ നിൽക്കുന്നത് കണ്ടപ്പോ സേതു വൃശ്ചിക പറഞ്ഞ കാര്യങ്ങൾ അവരോട് പങ്കുവെച്ചു. എന്നിട്ട് അവന്മാരെവിടെ? ടൗണിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. പ്രദീപ് അക്ഷമയോടെ പിന്നിലെ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കി. എത്താറായിട്ടുണ്ടാകും. വാച്ചിലേക്ക് നോക്കിയിട്ട് രമേശൻ സംശയം പ്രകടിപ്പിച്ചു. ആ സേവിച്ചൻ ഇനി വീട്ടിൽ കാണുവാവോ? ഈ സമയത്ത് സാധാരണ അവൻ ഇവിടെ ഉണ്ടാകാറുണ്ട്, സേതു പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം? കഴിഞ്ഞ പ്രാവശ്യം തല്ലാൻ പോരുമ്പോഴേ അവൻ വീട്ടിലുണ്ടാകാനുള്ള സമയമൊക്കെ സ്റ്റെല്ല കുഞ്ഞമ്മയോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാ പോന്നത്. അത് ശരി, അപ്പൊ ഇവൻ നിങ്ങളുടെ സ്ഥിരം പഞ്ചിങ് ബാഗ് ആണല്ലേ? എന്ത് ചെയ്യാനാടാവേ? പ്രദീപ് ഇടക്ക് കയറി പറഞ്ഞു. എനിക്കുള്ളത് ഇങ്ങ് തന്നേക്കെന്നും പറഞ്ഞ് ഇവൻ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവർ അത് കേട്ട് ചിരിക്കുന്നതിനിടയിലാണ് പിന്നിൽ നിന്നും ഒരു ജീപ്പിന്റെ ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയ സേതു ശിവന്റെ സഫാരി ജീപ്പ് തിരിച്ചറിഞ്ഞു. വഴിയരികിൽ നിൽക്കുന്ന അവരെ കണ്ട് ശിവൻ ജീപ്പ് ചവിട്ടി നിർത്തി. മുന്നിലെ കോ ഡ്രൈവർ സീറ്റിൽ പേടിച്ചരണ്ട ജെസിയും ഉണ്ടായിരുന്നു. അടികൊണ്ട് കരുവാളിച്ച് കിടന്നിരുന്ന അവരുടെ കവിള് നീര് വെച്ച് കിടക്കുന്നത് കണ്ടപ്പോ അവർക്ക് സങ്കടം തോന്നി. നിങ്ങളെന്താ ഇവിടെ? തല വെളിയിലേക്കിട്ട് ശിവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇന്നിവിടെ ഒരു വെടിക്കെട്ടുണ്ടെന്നറിഞ്ഞ് എത്തിയതാ. സേതു പറഞ്ഞത് കേട്ട് ശിവൻ തിരിഞ്ഞ് ജീപ്പിന്റെ പിന്നിലിരിക്കുകയായിരുന്ന രഘുവിനെ നോക്കി. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അവൻ ആംഗ്യം കാട്ടി. ദൃഷ്ടി പറഞ്ഞതാടാ. സേതു അവന്റെ സംശയം തീർത്തു. ആ, ശിവൻ തലകുലുക്കിയിട്ട് ജീപ്പ് മുന്നോട്ടെടുത്തു. പാതി തുറന്നു കിടന്നിരുന്ന കരിമ്പനക്കാട്ടെ ഗേറ്റ് ഇടിച്ചു തുറന്നുകൊണ്ടാണ് ശിവൻ വീട്ടുമുറ്റത്തേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റിയത്. ഇടികൊണ്ടു മലർക്കെ തുറന്ന ഗേറ്റ് വശങ്ങളിൽ ചെന്ന് തട്ടി ശബ്ദമുണ്ടാക്കി. ജീപ്പിന് പിന്നാലെ അകത്തേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റുമ്പോ മുകളിലത്തെ നിലയിലെ ജനാലക്കരികിൽ സേതു സേവിച്ചന്റെ തലവെട്ടം കണ്ടു. തറവാടിന് മുന്നിലെ കാർപോർച്ചിൽ കൊണ്ടുപോയി നിർത്തിയ ജീപ്പിൽ നിന്നും ശിവൻ ഇറങ്ങി അങ്ങേവശത്തെ ഡോർ തുറന്ന ജെസ്സിയെ ഇറക്കുമ്പോഴേക്കും സേതുവും പ്രദീപും രമേശനും ജീപ്പിന്റെ പിന്നിലായി അവരുടെ ബൈക്കുകൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. കരുത്തന്മാരായ 6 പേരുടെ നടുവിൽ നിന്നപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഭയം ജെസ്സിയിൽ നിന്നും അകന്നുപോയി. വരാന്തയിലേക്ക് കയറി കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തേണ്ടി വന്നില്ല. അതിനു മുന്നേ തന്നെ തുറന്ന വാതിലിലൂടെ അകത്തുനിന്നും ഒരു ഇരട്ടക്കുഴൽ തോക്ക് അവർക്ക് നേരെ തല നീട്ടി. ശിവനോടൊപ്പം മുന്നിൽ നിന്നിരുന്ന രഘുനന്ദൻ ഒറ്റച്ചാട്ടത്തിനാണ് തോക്കിൻ കുഴലിൽ പിടുത്തമിട്ടത്. അവൻ അത് മുകളിലേക്ക് വലിച്ചുയർത്തുമ്പോഴേക്കും ആ പ്രദേശത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തോക്കിൽ നിന്നും വെടിപൊട്ടി. ഉന്നം തെറ്റിയ വെടിയുണ്ട് വരാന്തയിലെ സീലിംഗിൽ പിടിപ്പിച്ചിരുന്ന ട്യൂബ്ലൈറ്റ് തകർത്തു. പടക്കം പൊട്ടുന്ന ശബ്ദത്തോടെ ട്യൂബ്ലൈറ്റ് പൊട്ടിച്ചിതറി. ജെസ്സി കണ്ണുകൾ അടച്ചുകൊണ്ട് കാതുകൾ പൊത്തി. രണ്ടാമതും തോക്ക് ഗർജിക്കും മുന്നേ രഘു ആ തോക്കിന്റെ കുഴൽ പിടിച്ച് മുന്നോട്ട് വലിച്ചു കഴിഞ്ഞിരുന്നു. തോക്കും പിടിച്ച് വാതിലിനപ്പുറം നിന്നിരുന്ന സേവിച്ചൻ അവർക്ക് മുന്നിലേക്ക് ആഞ്ഞു വന്നു. ജെസ്സിയുടെ കയ്യിൽ നിന്നും പിടിവിട്ട ശിവൻ സേവിച്ചനെ കാലുയർത്തി ആഞ്ഞു തൊഴിച്ചു. പുറത്തേക്ക് വന്ന അതേ വേഗതയോടെ അവൻ അകത്തേക്ക് തെറിച്ച് അവിടെ ഉണ്ടായിരുന്ന കസേരയിലേക്ക് മലർന്നടിച്ചു വീണു. അവന്റെ കയ്യിലിരുന്ന ഇരട്ടക്കുഴൽ തോക്ക് രഘുവിന്റെ കയ്യിലായി. ജെസ്സിയെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ശിവനും രഘുവും ഒരുമിച്ചാണ് ആ തറവാടിനകത്തേക്ക് ഇടിച്ചു കയറിയത്. ചുറ്റിനുമുണ്ടായിരുന്ന പറമ്പിൽ നിന്നും കുറച്ചു പേർ തുറന്നു കിടന്നിരുന്ന ഗേറ്റിലൂടെ ഓടി വരുന്നത് തിരിഞ്ഞു നോക്കിയ സേതു കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഓടിയെത്തിയ പണിക്കാരെ പോലെയല്ല അവന്മാരെന്ന് അവന് തോന്നി. പ്രശ്നമുണ്ടാക്കാൻ വരുന്നവരെ നേരിടാൻ നിർത്തിയിരിക്കുന്ന കൂലിത്തല്ലുകാരെ പോലെയായിരുന്നു ആ ഓടി വന്നവന്മാരുടെ പ്രകൃതം. സേതു തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് രമേശനും പ്രദീപും പിന്നിലേക്ക് ശ്രദ്ധിച്ചത്. ഓടി വരുന്നവന്മാരെ കണ്ടതോടെ അവന്മാരും തിരിഞ്ഞു നിന്നു. കാശിയപ്പൻ അപ്പോഴേക്കും ശിവനും രഘുവിനുമൊപ്പം അകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. നിരന്നു നിന്ന മൂവർ സംഘത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തിയവന്മാർ കരുത്തുറ്റൊരു മതിലിൽ വന്നിടിച്ചതുപോലെ പുറത്തേക്ക് തന്നെ തെറിച്ചുപോയി.
സേതുവും പ്രദീപും രമേശനും അവർക്ക് പിന്നാലെ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. ജെസി എല്ലാം കണ്ടുകൊണ്ട് വരാന്തയിൽ തന്നെ ഒതുങ്ങി നിന്നു. ഒരു കാലത്ത് ചെറുവാണിയൂരിന്റെ ചോരത്തിളപ്പായിരുന്ന മൂവർ സംഘത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനും മാത്രം കരുത്തുള്ളവന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അടികൊണ്ട് അവശരായ കൂലിത്തല്ലുകാർ തലങ്ങും വിലങ്ങും ഓടി. ആ സമയം അകത്തേക്ക് കയറിയവരെ നേരിടാൻ വിൽസനും അകത്തുണ്ടായിരുന്നു. ഓടിയെത്തിയ വിൽസനെ തോക്കിന്റെ പാത്തി കൊണ്ടാണ് രഘു നേരിട്ടത്. നെഞ്ചും കൂടിന് തോക്കിന്റെ പാത്തി കൊണ്ടുള്ള കുത്തുകൊണ്ട് വിൽസൺ താഴേക്ക് ഇരുന്നു പോയി. നിലത്ത് വീണ് കിടന്നിരുന്ന സേവിച്ചനെ അപ്പോഴേക്കും പൊക്കിയെടുത്തിരുന്ന ശിവൻ അവനെ നല്ലതുപോലെ പെരുമാറാൻ തുടങ്ങിയിരുന്നു. അടുത്തേക്ക് ഓടി വരുന്ന കാശിയപ്പനെ കണ്ട സ്റ്റീഫൻ പണ്ട് കിട്ടിയ ആ തല്ലിന്റെ ഓർമ്മയിൽ റോസിയെയും വലിച്ചുകൊണ്ട് പിന്നിലേക്കോടി മുറിക്കകത്ത് കയറി വാതിലടച്ചു. ദേഷ്യം സഹിക്കാനാവാതെ അടഞ്ഞ വാതിൽ ആഞ്ഞൊന്ന് ചവിട്ടിയിട്ട് കാശിയപ്പൻ വിൽസന് നേരെ തിരിഞ്ഞു. എഴുന്നേറ്റ് വന്ന വിൽസന്റെ മുന്നിലേക്ക് രണ്ടാമത് കയറി നിന്നത് കാശിയപ്പനായിരുന്നു. ഒരിക്കൽ അങ്ങനെ കൈകാര്യം ചെയ്തതിന്റെ ആത്മവിശ്വാസത്തോടെ വിൽസൺ കാശിയപ്പന് നേർക്ക് കൈവീശി. കാറ്റുപോലെ താഴേക്ക് ഇരുന്ന് കളഞ്ഞ കാശിയപ്പന്റെ ചൂണ്ടുവിരൽ വിൽസന്റെ വലത്തെ കൈയുടെ മർമ്മത്തിൽ പതിച്ചു. ഞരമ്പുകളിൽ കൂടി ഒരു തീ പടർന്നു കയറിയതുപോലെ വിൽസൺ അലറിപ്പോയി. വേദന കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. കൈ ഒന്ന് കുടയാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനു മുന്നേ കാശിയപ്പന്റെ ചൂണ്ടുവിരൽ അവന്റെ കഴുത്തിലെ മർമ്മത്തിലും പതിച്ചു. ഒരു ഞരക്കത്തോടെ വിൽസൺ മറിഞ്ഞു വീണു. ജെസിയെയും വിളിച്ചുകൊണ്ട് സേതുവും രമേശനും പ്രദീപും അകത്തേക്ക് കയറി വരുമ്പോ ചതഞ്ഞ കണ്ണുകളും അടികൊണ്ടിളകിയ പല്ലുകളുമായി സേവിച്ച നിലത്ത് കിടപ്പുണ്ടായിരുന്നു. ഡാ, ശിവൻ സേവിച്ചനെ വിളിച്ചു. ഒരു ഞരക്കം മാത്രമായിരുന്നു അവന്റെ മറുപടി. രഘു തോക്കിന്റെ കുഴലുകൊണ്ട് അവന്റെ മുഖം ഒന്ന് ഇളക്കി നോക്കി. നീ പോയി കുറച്ച് വെള്ളം എടുത്തു വന്നേ. സേതു പറഞ്ഞത് കേട്ട് രഘു അകത്തെ ഡൈനിങ് റൂമിലുണ്ടായിരുന്ന ജഗ് എടുത്തുകൊണ്ട് വന്നു. അതിൽ നിന്നും അല്പം വെള്ളം ശക്തിയായി മുഖത്തേക്ക് കുടഞ്ഞതോടെ സേവിച്ചൻ തലകുലുക്കിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. അവന്റെ കോളറിൽ പിടിച്ചു പൊക്കി നേരെ ഇരുത്തിയിട്ട് ശിവൻ ജെസിയെ നോക്കി. നിനക്കിവനെ തിരിച്ചു തല്ലണോ? അവൻ ചോദിച്ചു. വേണ്ട. അവൾ തല ഇളക്കി. ഡാ. രണ്ട് കവിളിലും മെല്ലെ തല്ലിക്കൊണ്ട് ശിവൻ വീണ്ടും സേവിച്ചനെ വിളിച്ചു. അടികൊണ്ട് വീർത്ത കണ്ണുകൾ പണിപ്പെട്ടുയർത്തി സേവിച്ചൻ അവനെ നോക്കി. ഇവളെ എന്റെ പെണ്ണ, ഞാൻ തന്നെ ഇവളെ കെട്ടുകയും ചെയ്യും. ഇനി മേലാല് ഇവളുടെ ദേഹത്ത് നീ കൈവച്ചു എന്നറിഞ്ഞ പിന്നെ നീ ഉണ്ടാകത്തില്ല, കേട്ടോടാ. അവൻ തല കുലുക്കി. എന്നാ പിന്നെ നീ അവളോടൊന്ന് സോറി പറഞ്ഞേക്ക്. സേവിച്ചൻ മുഖം ഉയർത്തി ജെസിയെ നോക്കി. അവൾ ഭയമില്ലാതെ അവനെ തന്നെ നോക്കി നിന്നു. സോറി. പതിഞ്ഞ ശബ്ദത്തിൽ അവൻ മന്ത്രിച്ചപ്പോ ശിവൻ അവന്റെ കോളറിൽ നിന്നും പിടിവിട്ടു. നേരെ ഇരിക്കാൻ പറ്റാതെ സേവിച്ചൻ വീണ്ടും താഴേക്ക് വീണുപോയി. മാറി നിൽക്കുകയായിരുന്ന കാശിയപ്പൻ അന്നേരം അവന്റെ മുന്നിലേക്ക് വന്നു. ഒരു ചോദ്യത്തിന് കൂടി നീ മറുപടി പറയണമല്ലോ സേവിച്ച. അവന്റെ മുഖത്ത് തെളിഞ്ഞ ഭയം ആസ്വദിച്ചും കൊണ്ട് കാശിയപ്പൻ അവന്റെ അടുത്തേക്കിരുന്നു. അന്ന് രാത്രി കള്ളന്മാരുടെ വേഷം കെട്ടി റോസിന്റെ വീട്ടിൽ കയറിയത് ആരാ? അറിയില്ല. സേവിച്ചന്റെ ശബ്ദം ഇഴഞ്ഞാണ് വെളിയിലേക്ക് വന്നത്. കാശിയപ്പൻ അവന്റെ തിണർത്ത് കിടന്നിരുന്ന കവിളിൽ മെല്ലെ വിരന്നമർത്തി. എനിക്കറിയില്ല, സത്യവാ ഞാൻ പറയുന്നത്. ഇനി ഒന്നും ചെയ്യല്ലേ പ്ലീസ്. സേവിച്ച നിലത്ത് കിടന്നുകൊണ്ട് കൈകൂപ്പി. എന്നെയും റോസിനെയും കുറിച്ച് അപ്പൊ നാട്ടൊട്ടുക്ക് അപവാദങ്ങൾ എഴുതി വെച്ചതൊക്കെ ആരോടാ? സേതുവും അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സേവിച്ചൻ വീണ്ടും കൈകൂപ്പി പറഞ്ഞു. അതും അറിയില്ല. രഘുവിന്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങിയ സേതു സേവിച്ചന്റെ കാൽമുട്ട് ലക്ഷ്യം വെച്ച് തോക്കിന്റെ പാത്തി ഉയർത്തി. അയ്യോ അടിക്കല്ലേ പ്ലീസ്, സത്യവാ ഞാൻ പറയുന്നേ. ഞാനല്ല അതൊക്കെ ചെയ്യിച്ചത്. പക്ഷേ റോസിനെ ഉപദ്രവിക്കാനും നീ റോസിന്റെ കൂടെ നടക്കാതിരിക്കാനും വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന് എന്ത് ചെയ്യാനും തയ്യാറായിട്ട് ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആര്? സേതു പല്ല് കടിച്ച് അവനെ നോക്കി. സേവിച്ചന്റെ കൈ രമേശന്റെ നേർക്കുയർന്നു. സേതുവും പ്രദീപും കാശിയപ്പനും ആശ്ചര്യത്തോടെ രമേശനെ നോക്കി. ഞാനോ? രമേശന്റെ ശബ്ദമുയർന്നു. നീയല്ല, നിന്റെ അനിയൻ ആ പ്രജിത്ത്, അവനാ ഇവിടെ വന്ന് എന്നെ കണ്ടത്. സേവിച്ചന്റെ വെളിപ്പെടുത്തൽ ഒരു അശനിവാദം പോലെ അവരെ തകർന്നു കളഞ്ഞു. എന്ത് വേണമെന്നറിയാതെ പകച്ചു നിന്നവർക്കിടയിലേക്ക് അപ്പോഴേക്കും ഒരു കൂട്ടം പോലീസുകാരും കയറി വന്നു. രാമാനുജനാചാര്യ വക്കീലിന്റെയും പുതുശ്ശേരിക്കാരുടെ വക്കീലിന്റെയും ഇടപെടൽ മൂലം 1 മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാവരും സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി.
വക്കീലന്മാർ യാത്ര പറഞ്ഞ് പിരിഞ്ഞതും ശിവൻ സേതുവിന് നേരെ തിരിഞ്ഞു. അപ്പോ എങ്ങനെയാ സേതുകൊണ്ട കാര്യങ്ങള്? പ്രജിത്തിന്റെ കാര്യം നിങ്ങൾ നോക്കുവോ അതോ ഞങ്ങൾ ഇടപെടണോ? നിങ്ങൾ വിട്ടോ, അവരോട് ഞങ്ങൾ ചോദിച്ചോളാം. രമേശനാണ് അതിനുള്ള മറുപടി പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഇനി അവൻ റോസിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ വൃശ്ചിക്ക് ഒരേട്ടം മാത്രമേ ഉണ്ടാകൂ. അതും കൂടി അവനോടൊന്ന് പറഞ്ഞേക്ക്. അത്രയും പറഞ്ഞിട്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ ശിവൻ ജെസ്സിയെയും കൂട്ടി ജീപ്പിനടുത്തേക്ക് നടന്നപ്പോ സേതുവും തന്റെ എസ്റ്റിയിലേക്ക് കയറി. സേതുവും കൂട്ടരും തിരിച്ചെത്തുമ്പോ ശങ്കരന്മാരും ചെറിയമ്മായും ഉൾപ്പെടെ എല്ലാവരും തറവാട്ടിന്റെ പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. പോയ കാര്യം വൃശ്ചികയിൽ നിന്നും അറിഞ്ഞിരുന്നതിന്റെ പരിഭ്രമം എല്ലാ മുഖങ്ങളിലും തളം കെട്ടിയിരുന്നു. ബൈക്കിൽ നിന്നും ഇറങ്ങിയ രമേശൻ അരമതിലിരിക്കുകയായിരുന്ന പ്രജിത്തിന് നേരെ കുതിക്കാൻ തുടങ്ങിയതും സേതു അവനെ കൈയുയർത്തി തടഞ്ഞു. രണ്ടു വീടുകളുടെയും ഇടയിലേക്ക് പോയ സേതു ചാമ്പമരത്തിൽ നിന്നും ഒരു കമ്പ് ഒടിച്ചെടുത്ത് അതിന്റെ ഇലകൾ ഊർത്തിക്കളഞ്ഞതും കൊണ്ട് വരുന്നത് കണ്ട് കാര്യം മനസ്സിലാക്കിയ പോലെ രമേശനും അങ്ങോട്ടേക്ക് ചെന്ന് ഒരു കമ്പ് ഒടിച്ചെടുത്തു. കാര്യം എന്തെന്ന് മനസ്സിലാവാതെ വരാന്തയിൽ നിന്നിരുന്നവരുടെ ഇടയിലേക്ക് കയറി ചെന്ന സേതുവിന്റെ കയ്യിലിരുന്ന കമ്പ് വായുവിലൊന്ന് പുളഞ്ഞു. മുതുകത്ത് അടി കിട്ടിയ പ്രജിത്തിന്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. മുതുകും തടവിക്കൊണ്ട് അവൻ ചാടി എഴുന്നേൽക്കുമ്പോഴേക്കും അടുത്ത അടി വീണു കഴിഞ്ഞിരുന്നു. പിന്നാലെ എത്തിയ രമേശനും അവനെ ചറപറ തല്ലാൻ തുടങ്ങിയതോടെ ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പ്രദീപും കാശിയപ്പനും ഒന്നിലും ഇടപെടാതെ മാറി നിന്നതേയുള്ളൂ. പിടിച്ചു നിർത്താൻ ശ്രമിച്ചവരെ കുടഞ്ഞു മാറ്റിക്കൊണ്ട് സേതുവും രമേശനും പ്രജിത്തിനെ മാറി മാറി തല്ലി. പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നതോടെ പ്രജിത്ത് അരമതലിന് മുകളിൽ കൂടി മുറ്റത്തേക്ക് ചാടി. പുറകെ ചാടി ഇറങ്ങിയ സേതുവും രമേശനും അവനെ മുറ്റത്തിട്ടും തല്ലി. കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടിയ പ്രജിത്തിന് പിന്നാലെ വടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേതുവും രമേശനും പാഞ്ഞു. അവർക്ക് പിന്നാലെ ഭാര്യയടുത്തുള്ളവരും. അവരിരുവരും ചേർന്ന് അവനെ പറമ്പ് മുഴുവൻ ഓടിച്ചിട്ടടിച്ചു. തിരികെ ഓടി തറവാടിന് മുന്നിലേക്ക് എത്തിയ പ്രജിത്ത് പടികളിൽ വീണ് കിടന്ന് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. അയ്യോ, ഇനി എന്നെ തല്ലല്ലേ, ഞാൻ ചത്തുപോകും. പിന്നാലെ ഓടിയെത്തിയ ശങ്കരന്മാരും ചെറിയമ്മായും ചേർന്ന് സേതുവിനെയും രമേശിനെയും പിടിച്ചു മാറ്റി. കൗമുദി വല്യമ്മ പ്രജിത്തിനോടൊപ്പം പടിയിലേക്കിരുന്ന് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. അങ്ങേ വീട്ടിൽ വരാന്തയിൽ ഇരിക്കുകയെന്ന റോസ് ഒച്ചയും ബഹളവും കേട്ട് അപ്പോഴേക്കും ഭാര്യയിടത്തേക്ക് എത്തിയിരുന്നു. വൃശ്ചികയോട് കാര്യമന്വേഷിച്ച അവളോട് കരിപ്പനക്കാട്ടു നിന്നും വന്നപ്പോ കാര്യമൊന്നും പറയാതെ രമേശേട്ടനും സേതുവേട്ടനും കൂടി കമ്പൊടിച്ച് അടി തുടങ്ങുകയായിരുന്നു പറഞ്ഞത് കേട്ട് കാര്യമെന്തെന്നറിയാൻ റോസും വൃശ്ചികയോടൊപ്പം നിന്നു. എന്തൊക്കെയാടാ ഇത്? നിങ്ങളെന്തിനാ ഇവനിങ്ങനെ തല്ലിയത്? ശങ്കരന്മാരാർ ചോദിച്ചപ്പോ സേതു പ്രജിത്തിന് നേരെ വടി ചൂണ്ടി. ഇവൻ പറയും കാര്യം പറയടാ, ഞങ്ങൾ എന്തിനാ നിന്നെ തല്ലിയത്? പ്രജിത്ത് കൈകൂപ്പി. എനിക്കറിയില്ല. റോസിന്റെ വീട്ടിൽ കയറി കാശിയപ്പനെ കുത്തിയതാരടാ? രമേശനാണെന്ന് ചോദിച്ചത്. ആ, പ്രജിത്ത് കൈമലർത്തി. ഞാൻ എങ്ങനെ അറിയാനാ? അതാ കരിമ്പനക്കാട്ടുള്ളവരായിരിക്കും. അടുത്ത ഊഴം സേതുവിൻ്റെതായിരുന്നു. എന്നെയും റോസിനെയും കുറിച്ച് കരയിലെ മതിലുകളിൽ മൊത്തം എഴുതി വെച്ചതാരാടാ? എനിക്കറിയില്ല സേതുവേട്ടാ. പ്രജിത്ത് പഴയ പല്ലവി തന്നെ പാടി. അച്ഛന്റെ കൈപിടിച്ച് മാറ്റിയിട്ട് സേതു അവനിട്ട് ഒന്നുകൂടി കൊടുത്തു. അയ്യോ, തല്ലല്ലേ. മുതുക് തടവിക്കൊണ്ട് പ്രജിത്ത് വീണ്ടും കരഞ്ഞു. അടികൊള്ളുണ്ടെങ്കിലേ മര്യാദക്ക് പറഞ്ഞോ നീ. രമേശൻ വീണ്ടും വടിയുയർത്തിയപ്പോ പ്രജിത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വയറും താങ്ങി മുന്നോട്ട് വന്ന ദേവി രമേശനെ തടയാൻ ശ്രമിച്ചു. അയ്യോ, തല്ലല്ലേ പ്ലീസ്, ഞാൻ പറയാം. പ്രജിത്തിന്റെ വായിൽ നിന്നും വീണ വാക്കുകൾ കേട്ട് രമേശനും സേതുവും കാശിയപ്പനും പ്രദീപും ഒഴികെ ബാക്കിയുള്ളവർ ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി. റോസിന്റെ വീട്ടിൽ കയറി അവളെ ഉപദ്രവിക്കാൻ ആളുകളെയൊക്കെ ഏർപ്പാട് ചെയ്തത് ഞാനാ. ആ സേവിച്ചനാ ആളുകളെയൊക്കെ തന്നത്. പ്രജിത്ത് വെളിപ്പെടുത്തിയത് കേട്ട് കരയാൻ പോലും മറന്നുകൊണ്ട് കൗമുദി വല്യമ്മ വാ പൊളിച്ചിരുന്നു. ബാക്കിയുള്ളവരുടെയും സ്ഥിതി മറിച്ചായിരുന്നില്ല. അപ്പോ മതിലെഴുതാരാ? സേതു ചോദിച്ചു. പ്രജിത്ത് തല കുനിച്ചു. അതും ഞാൻ പറഞ്ഞിട്ടാ. രമേശന്റെ കയ്യിലിരുന്ന വടി ഒരിക്കൽ കൂടി പ്രജിത്തിന്റെ ശരീരത്തിൽ പതിച്ചു. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അപ്പോ അന്ന് രാത്രി എന്നെ തല്ലി പടത്തിട്ടത് നീ ഏർപ്പാട് ചെയ്ത ആൾക്കാരാണല്ലേ? രമേശന്റെ ചോദ്യത്തിന് മൗനമായിരുന്നു പ്രജിത്തിന്റെ മറുപടി. ഏട്ടന്മാരുടെ മക്കളെ സ്നേഹിക്കാൻ മാത്രം അറിയായിരുന്ന ചെറിയമ്മായി രമേശന്റെ കയ്യിലിരുന്ന വടി പിടിച്ചു വാങ്ങി പ്രജിത്തിനെ വീണ്ടും തല്ലി. അവൻ കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോ കൗമുദി വല്യമ്മ അവനെ തള്ളി മാറ്റിയിട്ട് എഴുന്നേറ്റ് മാറി നിന്ന് ഏങ്ങലടിച്ചു. ചെറിയമ്മാവനും അർജുനും ചേർന്ന് ചെറിയമ്മായിയെ പിടിച്ചു മാറ്റി. എല്ലാവരും എന്നോട് പൊറുക്കണം.
പ്രജിത്ത് തല ഉയർത്താതെ കൈ കൂപ്പി. റോസ് സേതുവേട്ടനോടൊപ്പം നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവര് തമ്മിൽ അകറ്റാൻ വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. രമേശ് ചേട്ടനെ അവന്മാര് മനഃപൂർവ്വം തല്ലിയതല്ല. അന്ന് രാത്രി കവലയിൽ കൂടി നിൽക്കുന്നവന്മാരോട് രമേശ് ചേട്ടൻ കാര്യം അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ അവന്മാര് രമേശ് ചേട്ടനെ തല്ലിയത്. എന്നാലും എന്റെ പ്രജിത്തെ, നീ ഇത്രയൊക്കെ ദുഷ്ടനാന്നോടാ? ചെറിയമ്മായിയുടെ സങ്കടം നിറഞ്ഞ ചോദ്യത്തിനും മറുപടി ഉണ്ടായില്ല. ഇനി മേലാലേ റോസിനെതിരെ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ വൃശ്ചിക്ക് ഒരേ ഏട്ടൻ മാത്രമേ ഉണ്ടാകൂ എന്ന് നിന്നോട് പറയാൻ ശിവനും രഘുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, കേട്ടല്ലോ? അതിനും മറുപടിയില്ലാതെ തലകുനിച്ചിരിക്കുക മാത്രമാണ് പ്രജിത്ത് ചെയ്തത്. നിനക്കിനി ഇവനോട് വല്ലതും പറയാനുണ്ടോ റോസേ? സേതുവിന്റെ ചോദ്യം കേട്ട് റോസ് അവജ്ഞയോടെ പ്രജിത്തിനെ നോക്കി ചിറി കൂട്ടി. ശങ്കരന്മാരാർ പടിയിൽ പ്രജിത്തിന്റെ അടുത്തേക്ക് ഇരുന്നു. പ്രജിത്തെ, വിവാഹം കഴിഞ്ഞാലേ നീ ആ കൊച്ചിനെയും കൊണ്ട് തറവാട്ടിൽ നിന്നും മാറി താമസിക്കുന്നതാവും നല്ലത്. ഏട്ടൻ നിന്റെ പേരിലും സ്ഥലവും വീടും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നിനക്ക് അങ്ങോട്ട് മാറാം. ഇവിടെ നിന്നാലേ ഇനിയും സേതുവിനെയും റോസിനെയും ഒക്കെ കാണുമ്പോ നിനക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാ ഞാനീ പറയുന്നത്. ചെറിയച്ഛൻ പറഞ്ഞത് കേട്ട് പ്രജിത്ത് മുഖം തിരിച്ച് അമ്മയെ നോക്കിയപ്പോ അവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ മെല്ലെ എഴുന്നേറ്റ് വേച്ച് നടന്നുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഏട്ടത്തി നീ അവനോട് ദേഷ്യം ഒന്നും വിചാരിക്കണ്ട. ചെന്ന് കുറച്ച് മുറിവിനുള്ള തൈലം വല്ലതുണ്ടെങ്കിൽ അടികൊണ്ടിടത്തേക്ക് ഒന്ന് പുരട്ടി കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ ചിലപ്പോ നാളെ പഴുക്കും. ഒരു നെടുവീർപ്പോടെ കൗമുദി വല്യമ്മ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നപ്പോ ശങ്കരന്മാരാരും എഴുന്നേറ്റു. ഇനിയിപ്പോ കൂടുതൽ ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട, കല്യാണങ്ങളും അടുത്തു. മറ്റന്നാളല്ലേ പുതുശ്ശേരിയിൽ നിന്നുള്ളവർ വസ്ത്രങ്ങൾ എടുക്കാൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്? അതെ അച്ഛ, വൃശ്ചികയുടെയും റോസിന്റെയും നിശ്ചയത്തിനും വിവാഹത്തിനുള്ള വസ്ത്രങ്ങള് ഒരുമിച്ചെടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാന്നേ, മറ്റന്നാൾ പോകാനുള്ളവർ ആരൊക്കെയാണെന്ന് തീരുമാനിച്ചു? അജൂട്ടന്റെയും പ്രജൂട്ടന്റെയും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അടുത്ത ആഴ്ച ഒരുമിച്ച് വാങ്ങാം. അഭിപ്രായം അറിയാനെന്നോണം ശങ്കരന്മാരാർ അനിയത്തിയെ നോക്കി. പുള്ളിക്കാരി ആകെ സങ്കടത്തിലായിരുന്നു. നീ എന്തിനാ കുഞ്ഞോളെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? ശങ്കരന്മാരാർ ചോദിച്ചു. പിള്ളേര് തമ്മിൽ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ സന്തോഷിക്കാനാ കുഞ്ഞേട്ടാ? ചെറിയമ്മായി മൂക്ക് പിഴിഞ്ഞു. ഇതൊന്നും അത്രയ്ക്ക് കാര്യമാക്കണ്ട. പുള്ളിക്കാരൻ കുഞ്ഞമ്മായിയെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ് മാറി താമസിക്കുമ്പോ അവൻ അവന്റെ കാര്യങ്ങൾ നോക്കി തുടങ്ങിക്കൊള്ളും. ആ, അങ്ങനെ അവനവന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് കഴിഞ്ഞാലേ അങ്ങേർക്ക് കൊള്ളാം. ഇല്ലേ, നിന്റെ കുഞ്ഞങ്ങളുടെ പപ്പമ്പൂടെയും പറിക്കുന്നത് ഈ റോസമ്മയായിരിക്കും, കേട്ടോ മോളെ വൃശ്ചി? തൊട്ടടുത്തു നിന്നും റോസിന്റെ പെറുപെറുക്കല് കേട്ട് വൃശ്ചിക വിഷമം മറന്ന് ചിരിച്ചു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.